നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം, വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. റോമാലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വേദഭാഗം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. റോമാലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വേദഭാഗം. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം. വളരെ പരിചിതമായ വേദഭാഗമാണ് വായിക്കുവാൻ ഇടവന്നത്. അപ്പോസ്തലനായ പൗലോസ് ജാതികളുടെ ഇടയിൽ സുവിശേഷത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു അപ്പോസ്തലനാണ്. എന്നാൽ ജാതികളുടെ ഇടയിൽ താൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ തൻ്റെ സ്വന്തം ജനത്തെക്കുറിച്ച്, തൻ്റെ സ്വന്തം ജാതിയെക്കുറിച്ച് പൗലോസിന് വളരെ ഹൃദയംഗമായിട്ടുള്ള ഒരു വേദനയുണ്ടായിരുന്നു. ആ വേദനയ്ക്ക് കാരണം മശിഹയെ അവർ സ്വീകരിച്ചില്ല. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞുവോ എന്നുള്ള ഒരു ചിന്ത തൻ്റെ ഹൃദയത്തെ ഭരിക്കുക നിമിത്തമായിട്ട് വളരെയധികം പൗലോസ് ദുഃഖിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രത്യേകിച്ച് 9, 10, 11 അധ്യായങ്ങൾ ഒരുമിച്ച് ചേർന്ന് പഠിക്കുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിലെ ആ വലിയ വേദന നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ പൗലോസ് ദൈവസന്നിധിയിൽ ആ വിഷയത്തിന് ഒരു ഉത്തരം കണ്ടെത്തുന്നതാണ് നമ്മൾ വായിച്ച ആ വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. 9-ാമത്തെ അധ്യായത്തിലേക്ക് ദൈവമക്കളൊന്ന് കടന്നു വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് ഞാൻ എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് അവിടെ പറയുന്നൊരു കാര്യം, എൻ്റെ ഹൃദയത്തിനകത്ത് അതിയായ വേദനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചാർച്ചക്കാരുടെ വിടുതലിന് വേണ്ടി ഇനി ക്രിസ്തുവിനെ വിട്ട് ഞാൻ ശാപഗ്രസ്തനായി തീരണമെങ്കിൽ അതിനും കൂടെ പൗലോസ് തയ്യാറാണ് എന്നാണ് അവിടെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. 10-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അതിൽ 1-ാമത്തെ വാക്യം, സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയത്തിലെ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ശ്രദ്ധിക്കുക. പൗലോസ് പറയുക, എൻ്റെ സഹോദരങ്ങൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. അതുതന്നെയാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും വാഞ്ചി. 11-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നാൽ ദൈവ സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രയേലിയനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ആ ഹൃദയത്തിന്റെ വേദനയിൽ നിന്ന് ചോദിക്കുകയാ, ദൈവം തൻ്റെ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ? പൗലോസ് തൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാ, ഇല്ല, ഞാനൊരു ബെന്യാമീൻ ഗോത്രക്കാരൻ, എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ജനത്തെയും ദൈവം എന്ത് ചെയ്തിട്ടില്ല? തള്ളിക്കളഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ 3 അധ്യായങ്ങളും ചേർത്ത് പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ, ഈ ജനത്തെക്കുറിച്ചുള്ള, തൻ്റെ സ്വന്തം ജനത്തെക്കുറിച്ചുള്ള, ചാർച്ചക്കാരെ കുറിച്ചുള്ള തൻ്റെ ഹൃദയഭേദകമായ ദുഃഖത്തെയാണ് പൗലോസ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തെ കുറിച്ച് നമുക്കറിയാവുന്ന പല കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് വളരെ ക്രോഡീകരിച്ച് 9-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരാളൊന്ന് ശബ്ദമുയർത്തി വായിക്കാമോ? റോമാലേഖനം 9-4-5 വേദഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. അവർ ഇസ്രായേലിയർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിങ്കൽ പറയുകയാണ്, അവർ ഇസ്രായേലിയരാണ്,
പുത്രത്വം അവർക്കുള്ളത്. ആവർത്തന പുസ്തകം 14:1 വാക്യം, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കൾ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ആരാണ്? മക്കളാകുന്നു. പുത്രത്വം അവർക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ലഭിച്ച പദവി നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. തേജസ്. ആമേ. പ്രൈസ് ദി ലോർഡ്. എത്രയോ വട്ടം ദൈവത്തിന്റെ തേജസ്സിനെ ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു ജനസമൂഹമാണ്. നിയമങ്ങൾ അവർക്കുണ്ട്, ന്യായപ്രമാണം. മറ്റ് ജാതികൾക്കൊന്നും ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോ ആമേൻ ദൈവത്തിന്റെ സ്വന്തം ജനമായി ഇസ്രായേലിന് എന്ത് കൊടുത്തു? ന്യായപ്രമാണത്തെ കൊടുത്തു. ആരാധന. ആമേ. പ്രൈസ് ദി ലോർഡ്. ഉത്സവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം അവർക്ക് ദൈവം കൽപ്പിച്ചു കൊടുക്കുവാൻ ഇടവന്നു. വാഗ്ദത്തം അവർക്ക് കൊടുത്തു. കനാൻ ദേശത്ത് അവർ എത്തിക്കുമെന്നുള്ള വാഗ്ദത്തം പിതാക്കന്മാർ അവർക്ക് കൊടുത്തു. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നാണ് ഉത്ഭവിക്കുവാൻ ഇടവന്നത് എന്ന് ദൈവവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പൗലോസ് ഈ ലിസ്റ്റ് ഇവിടെ പറയുന്നതിന് കാരണം, ഇത്രയും വലിയ പദവിയിലായിരുന്ന ഈ ജനസമൂഹം, ഇത്രയും വലിയ ദൈവിക അനുഗ്രഹം അനുഭവിച്ച ഈ ജനസമൂഹം, ആമേൻ, അവർക്ക് വേണ്ടി വെളിപ്പെട്ട മശിഹയെ അവര് തള്ളിക്കളഞ്ഞത് നിമിത്തമായിട്ട് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച രക്ഷയുടെ പദ്ധതിയിൽ നിന്ന് അവർ ഒടിക്കപ്പെടുവാൻ ഇടവന്നു എന്നുള്ളതാണ് ആമേൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ചില കാരണങ്ങൾ പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചിരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ വളരെ വ്യക്തമായി പറയുന്ന ചില കാരണങ്ങൾ, ഇസ്രായേല്യർ എന്ന്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിന്റെ 6 വാക്യം, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേല്യർ എന്നും അബ്രഹാമിന്റെ സന്തതി ആകയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിൽ എന്ന് വരികയില്ല. അബ്രഹാമിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ആമേൻ മക്കൾ എന്നും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അബ്രഹാമിൽ നിന്ന് ഉത്ഭവിച്ച ആമേൻ പ്രൈസ് ദി ലോർഡ് മക്കളെ കുറിച്ച് നമുക്ക് താഴോട്ട് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇസ്ഹാക്കിനെയും കാണാൻ പറ്റുന്നുണ്ട്, ഇശ്മായേലിനെയും കാണാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ വാഗ്ദത്ത പ്രകാരം ജനിച്ച ഇസ്ഹാക്കാണ് സന്തതിയായി തീർന്നത് എന്ന് ദൈവവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാ. ജഡപ്രകാരം ഉത്ഭവിക്കപ്പെട്ട ആമേൻ ഇശ്മായേൽ അല്ല, വാഗ്ദത്ത പ്രകാരം ജനിച്ച സന്തതിയായ ഇസ്ഹാക്കിനെയാണ് സന്തതിയായിട്ട് ദൈവം അംഗീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഒരു ചോദ്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. ദൈവം ആമേൻ പ്രൈസ് ദി ലോർഡ് വേർതിരിവ് കാണിക്കുന്ന ഒരു ദൈവമാണോ? അല്ല എന്നാണ് പൗലോസ് സമർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത പ്രകാരം ഉണ്ടായതുണ്ട്, ജഡപ്രകാരം ഉണ്ടായതുണ്ട്. എന്നാൽ വാഗ്ദത്ത പ്രകാരം ഉണ്ടായ ഇസ്ഹാക്കിനെ സന്തതി എന്ന് ദൈവം അംഗീകരിക്കുവാൻ ഇടവന്നു. ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇസ്ഹാക്കിന് സന്തതി ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 11 വാക്യം, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ ഇഷ്ടം ആമേൻ നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇസ്ഹാക്കിന്റെ സന്തതി ഏശാവും യാക്കോബും നമുക്കറിയാം. എന്നാൽ ആമേൻ അവര് ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ദൈവം ആമേൻ ഹല്ലേലൂയ പറഞ്ഞ ഒരു ആമേൻ വാഗ്ദത്തമുണ്ട്. ഈ ആമേൻ മൂത്തവൻ എന്ത് ചെയ്യും? ഇളയവനെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനൊരു കാരണം കൂടി ഇവിടെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേൻ പ്രൈസ് ദി ലോർഡ് ഇവരുടെ ഏതെങ്കിലും പ്രവൃത്തി നിമിത്തമല്ല, ആമേൻ ദൈവത്തിന്റെ കൃപയാലുള്ള തെരഞ്ഞെടുപ്പ് അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത പ്രകാരമുള്ളത് സന്തതി. പ്രൈസ് ദി ലോർഡ്. ജഡപ്രകാരമുള്ളതല്ല സന്തതി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ പ്രൈസ് ദി ലോർഡ് യേശാവും യാക്കോബും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ്. പ്രൈസ് ദി ലോർഡ്. അത് കൃപയാലുള്ള തെരഞ്ഞെടുപ്പാണ്. അത് അവരുടെ ഏതെങ്കിലും പ്രവൃത്തികൾ നിമിത്തമുള്ള തെരഞ്ഞെടുപ്പല്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം അവിടെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താഴോട്ട് നമ്മൾ
വായിച്ചു വരുമ്പോൾ ഒരു കുശവനെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. 21-ാമത്തെ വാക്യം, അല്ല കുശവന് അതേ പിണ്ടത്തിൽ നിന്നൊരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായി നമ്മിൽ അവന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത് എന്ന് അവിടെ ചോദിക്കുകയാണ്. ദൈവമക്കളെ, ആമേൻ, അത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരു കുശവന്, ആമേ പ്രൈസലോ, തൻ്റെ മണ്ണിന്മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. പ്രൈസലോ, ഹല്ലേലൂയ. ആമേ, ചിലത് മാനത്തിന് വേണ്ടി ഉണ്ടാക്കുവാനും മാനപാത്രമാക്കി ഉണ്ടാക്കുവാനും, ആമേ, ചിലത് അപമാനത്തിനായിട്ട് ഉണ്ടാക്കുവാനും മണ്ണിന്റെ മുകളിൽ ആർക്ക് അധികാരമുള്ളത്? കുശവനാണ്. പ്രൈസലോ. അപ്പോൾ ദൈവത്തിന്റെ വചനം ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, വാഗ്ദത്ത പ്രകാരം ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ സന്തതി എന്ന് പറയുന്നത്. പ്രൈസലോ. ആമേ, ജഡപ്രകാരം ഉണ്ടായതല്ല, മറിച്ച് ആമേ പ്രൈസലോ പ്രവൃത്തിയാലല്ല, മറിച്ച് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്, ദൈവത്തിന്റെ ഗ്രേസ് ആണ്. ഹല്ലേലൂയ. ആമേ, മൂന്നാമതായിട്ട് ആമേ വചനം പറയുന്നു, ആമേ, മണ്ണിന്റെ മുകളിൽ അധികാരമുള്ള, ആമേ സർവാധികാരമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പ്രൈസലോ. ഇവിടെ ഫറവോനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസലോ, 17-ാമത്തെ വാക്യാണ്, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിന്, എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിന് തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനെ കുറിച്ച് അരുളി ചെയ്തിരിക്കുക. അപ്പോൾ ഫറവോനെ ദൈവം നിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? അവന്റെ ഹൃദയം എന്തിനാ കഠിനപ്പെടുത്തിയിരിക്കുന്നത്? ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് ഫറവോൻ തിരിച്ചറിയണം. പ്രൈസലോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ആമേ പ്രൈസലോ, കൃപയാലാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, നമ്മുടെ പ്രവൃത്തി അതിന് കാരണമല്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാല ദൈവം ചിലതിനെ തള്ളിക്കളയുന്നുവെങ്കിൽ, ചിലതിനെ സ്വീകരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിലുള്ള കാര്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം അവിടെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസലോ. ആമേൻ. ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞു എന്നല്ല ഇവിടെ സമർത്ഥിക്കാൻ വരുന്നത്. പ്രൈസലോ. എന്നാൽ ഇസ്രായേലിനെ ദൈവം എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു എന്നുള്ളത് ദൈവത്തിന്റെ വചനം ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസലോ. ആമേ പ്രൈസലോ. അതിനകത്ത് ഒരു കാരണം 30-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ, നീതിയെ പിന്തുടരാത്ത ജാതികള് നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തില് എത്തിയില്ല. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പോൾ ജാതികൾ നീതി പ്രാപിച്ചു. എങ്ങനെ പ്രാപിച്ചു? വിശ്വാസത്തെ പ്രാപിച്ചു. ഇസ്രായേല് നീതിയെ പിന്തുടർന്നവരാണ്, എന്നാൽ അവർക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. കാരണം എന്താണ്? അവര് സ്വന്തം നീതിയെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ തന്നെ അവര് പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ ഹല്ലേലൂയ, ജാതികള് വിശ്വാസത്തോടുകൂടി ഹല്ലേലൂയ ആ നീതിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടവന്നു. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആമേ, ശ്രേഷ്ഠകരമായ ഒരു ജാതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായപ്രമാണം കൊടുത്ത്, ദൈവത്തിന്റെ ആമേൻ ആരാധന വിധികൾ കൊടുത്ത്, ആമേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി, ആമേ ദൈവിക ശക്തിന, ദൈവിക സാന്നിധ്യം അവരുടെ നടുവിൽ പകർന്നു കൊടുത്ത് അനുഗ്രഹിച്ച ഒരു ജനത്തെ, വാഗ്ദത്തം കൊടുത്തൊരു ജനം. ഹല്ലേലൂയ. ആമേ, മശിഹയെ അവരെ തിരസ്കരിച്ച് കളഞ്ഞു. കാരണം എന്താ? വിശ്വാസത്തോടെ മശിഹയെ സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവര് സ്വന്തം നീതി അന്വേഷിച്ചുകൊണ്ട് പോയി. ആമേ, പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടാമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ വിശ്വാസത്തോടു കൂടിയുള്ള ആ നീതി അവർക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. ആമേ, 10-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായി വചനം എഴുതിയിരിക്കുകയാണ്, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. പ്രൈസലോ. ആ രക്ഷയുടെ ഒരു വലിയ വഴി ദൈവം തുറന്നിട്ടിരിക്കുകയാ. സുവിശേഷത്തിലൂടെ വഴി ദൈവം തുറന്നിട്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവർക്ക് രക്ഷ സാധ്യമാകുമെന്ന് ദൈവത്തിന്റെ വചനം അവിടെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. 10-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. പ്രൈസലോ. ഒരാൾ വായിച്ചേ, 19, 20, 21. സ്തോത്രം. ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ?
ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും. മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമത് മോശ പറയുന്നു. യെശയ്യാവോ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈ നീട്ടി. അപ്പൊ ജാതികളും ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ പ്രൈസലോ, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും. ആർക്ക് എരിവ് വരുത്തും? ആമേൻ, ഇസ്രായേലിന് എരിവ് വരുത്തും. പ്രൈസലോ. 20ാമത്തെ വാക്യം, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. അന്വേഷിക്കാതിരുന്ന ആ ജാതിക്ക് ദൈവം എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. പ്രൈസലോ. 21ാമത്തെ വാക്യം, അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈ നീട്ടിക്കൊണ്ടിരുന്നു. പ്രൈസലോ. ഏത് ജനത്തിലേക്കാണ് കൈ നീട്ടിക്കൊണ്ടിരുന്നത്? അനുസരിക്കാത്ത, മറുത്തു പറയുന്ന ആ സ്വന്തം ജനത്തിലേക്ക്, ഇസ്രായേലിലേക്ക് ദൈവം ഇടവിടാതെ എന്ത് ചെയ്തു? കരങ്ങളെ നീട്ടിക്കൊണ്ടിരുന്നു. പ്രൈസലോ. ജനമല്ലാത്തവർ ജനമായി. എങ്ങനെ ജനമായി? വിശ്വാസത്താൽ. ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനമായി തീരുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. 11ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ പൗലോസ് വീണ്ടും ചോദിക്കുകയാണ്, ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ? പ്രൈസലോ. പൗലോസ് തന്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ഇല്ല, ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. പ്രൈസലോ. ഏലിയാവിന്റെ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. ഏലിയാവ് പറയുന്നു, ഞാൻ ഒരുവൻ മാത്രമേ ബാലിന് മുട്ടുമടക്കാതെ ശേഷിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ദൈവം പറയുന്നു, ഇല്ല, 7000 പേര്. ഹല്ലേലൂയ. അപ്പൊ അതിലൂടെ പൗലോസ് പറയുകയാ, ഒരു ശേഷിപ്പ് ദൈവത്തിന് വേണ്ടി ഉണ്ട് എന്ന് പൗലോസ് അവിടെ സമർത്ഥിക്കുകയാണ്. പ്രൈസലോ. ഈ ഭാഗങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരുന്നത്. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികമായിട്ട് സംഭവിക്കും. പ്രൈസലോ. താഴോട്ട് നമ്മൾ കടന്നു വരുമ്പോ കൊമ്പുകളിൽ ചിലതിനെ എന്ത് ചെയ്തു? ഒടിച്ചു കളഞ്ഞു. പ്രൈസലോ. ഹല്ലേലൂയ. അവ അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയി. കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നത്. പ്രൈസലോ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ സത്യം. പ്രൈസലോ. ഒരു വലിയ ആത്മീയ പദവി ഉണ്ടായിരുന്ന ജനം, ഹല്ലേലൂയ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാൻ കഴിയാതെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവരുടെ ജീവിതത്തിനകത്ത് പരാജയം ഉണ്ടായി. പ്രൈസലോ. അവരുടെ ജീവിതത്തിൽ അവിശ്വാസം വന്നപ്പോ അവരെ ദൈവമാക്കി വെച്ച ആ തലത്തിൽ നിന്ന് അവരെ ഒടിച്ചു കളഞ്ഞു. പ്രൈസലോ. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് കാട്ടൊലിവായ ജനമല്ലാത്ത നമ്മളെ ചേർത്ത് ഒട്ടിക്കുവാൻ ഇടവന്നു. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ആ ആത്മീയ തലത്തെ നമ്മളൊന്ന് തിരിച്ചറിയാനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. പ്രൈസലോ. ഒരു വലിയ സമൂഹം, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം, പ്രൈസലോ, ദൈവത്തിന്റെ വിധികൾ കൊടുത്ത്, ദൈവത്തിന്റെ ആരാധന സമ്പ്രദായങ്ങൾ കൊടുത്ത്, ദൈവത്തിന്റെ ശക്തിയെ പകർന്നു കൊടുത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനം അവരെ ആക്കി വെച്ച തലത്തില് അവര് വിശ്വാസ യോഗ്യരായി തീരാൻ കഴിയാതെ വന്നപ്പോ അവരെ ഒടിച്ചു കളഞ്ഞിട്ട് ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മളെ അവിടെ ചേർത്ത് ഒട്ടിക്കുവാൻ ഇടവന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുക, നമ്മൾ പ്രശംസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ക്രൂശിലല്ലാതെ മറ്റൊരിടത്ത് പ്രശംസിക്കുവാൻ ഇല്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്ങനെയുള്ള ഒലിവായിരുന്നു? കാട്ടൊലിവായിരുന്നു.
പ്രൈസലോ. ആ കാട്ടൊലിവായി എന്നെ പ്രൈസലോ ചിലതൊക്കെ അവിശ്വാസത്തിൽ ഒടിഞ്ഞു പോയപ്പോ അങ്ങോട്ട് ചേർത്തൊട്ടിച്ചു. പ്രൈസലോ. അങ്ങോട്ട് ചേർത്തൊട്ടിച്ചപ്പോ ചിലർക്ക് വേണ്ടാത്ത ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് ദൈവം പകർന്നു. ഹല്ലേലൂയ. ചിലർക്ക് വേണ്ടാത്ത വിധികൾ, കൽപ്പനകൾ ദൈവം നമ്മളിലേക്ക് പകരുവാൻ ഇടവന്നു. ഹല്ലേലൂയ. ചിലർക്ക് വേണ്ടാത്ത സത്യാരാധന നമ്മളിലേക്ക്, ആരാധനയുടെ സന്തോഷത്തെ ദൈവം പകരുവാൻ ഇടവന്നു. പ്രൈസലോ. ചിലർക്ക് ലഭിക്കാത്ത പ്രത്യാശ നമ്മളിലേക്ക് യേശു ക്രിസ്തുവിലൂടെ ദൈവം പകർന്നു നൽകുവാൻ ഇടവന്നു. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ഈ ഭാഗ്യകരമായ തലമറിയുന്ന ദൈവമക്കള് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി അർപ്പിച്ചാട്ടെ. പ്രൈസലോ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലേക്ക് ദൈവമക്കളൊന്ന് കടന്നു വരണമേ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം ഒരാൾ വായിച്ചാട്ടെ. യെസ്. യെസ്. മധ്യപ്രദേശൽ ഇവിടെ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ആര് പറയുക? യേശു കർത്താവ് പറയുക. എൻ്റെ പിതാവ് ആരാണ്? തോട്ടക്കാരനാണ്. പ്രൈസൽ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവന് നീക്കിക്കളയുന്ന, കായ്ക്കുന്നതോ അധികം ഫലം കായ്ക്കേണ്ടതിന് ശക്തി വെടിപ്പാക്കുന്നു. അപ്പൊ നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുക, ഒരു യോഗ്യതയും ഇല്ലാതെ പുറംപറമ്പി കടന്ന നമ്മളെ അവിടെ നിന്ന് എൻ്റെ കർത്താവ് എടുത്തു. ഹല്ലേലൂയ. പ്രൈസലോ. ആ സാക്ഷാൽ മുന്തിരിവള്ളിയിൽ പ്രൈസലോ പ്രൈസലോ ആ ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ, കഷ്ടതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹല്ലേലൂയ. അവന്റെ ശരീരം നമുക്ക് വേണ്ടി ചീന്തപ്പെട്ടു. പ്രൈസലോ. ആ ചീന്തലിലേക്ക് എന്നെ കൊണ്ട് ഒട്ടിച്ചു. പ്രൈസലോ. പ്രൈസലോ. അവനിൽ നിന്ന് ജീവൻ എന്നിലേക്ക് പകർന്നു. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്വഭാവം എന്നിലേക്ക് പകർന്നു. ഹല്ലേലൂയ. അവനിലൂടെ പ്രത്യാശ എന്നിലേക്ക് പകർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഫലം കായ്ക്കുവാൻ എന്നെ ചെത്തി അവൻ വെടിപ്പാക്കുവാൻ ഇടവന്നു. പ്രൈസലോ. ഹല്ലേലൂയ. എത്ര പരിശോധനയിലൂടെ കൊണ്ടുപോയി, എത്ര കഷ്ടതകളിലൂടെ നടന്നുപോയി. എന്നാൽ തകർന്നു പോകുക അവൻ അനുവദിച്ചില്ല. അവിടെയെല്ലാം നമ്മളെ ചെത്തി വെടിപ്പാക്കി ഫലം പുറപ്പെടുവിക്കുന്ന തലത്തിലേക്ക് എന്റെ കർത്താവ് നമ്മളെ കൊണ്ടുവരുവാൻ ഇടവന്നു. പ്രൈസലോ. ഹല്ലേലൂയ. ഫലം കായ്ക്കാത്തതിനെ വെട്ടിക്കളയട്ടെ. ഫലം കായ്ക്കുന്നതിനെ ചെത്തി വെടിപ്പാക്കുമ്പോ ആ കർത്താവിനൊരാഗ്രഹമുണ്ട്. പ്രൈസലോ. ഇതെന്ത് ചെയ്യണം? അധികം ഫലം കായ്ക്കണം. പ്രൈസലോ. ദൈവത്തിന്റെ വചനം നമ്മളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ചിലരുടെ മാന്യമായിട്ടുള്ള തലത്തെ പദവിയെ ദൈവം ഒടിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു യോഗ്യതയും ഇല്ലാത്ത എന്നെ ചേർത്തവൻ ഒട്ടിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാ. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രൈസലോ. ഹല്ലേലൂയ. ആ ചീന്തലിനോട് ചേർന്നിരുന്നാൽ മാത്രം, നിങ്ങൾ എന്നിൽ വസിച്ചല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അബണ്ടൻ ലൈഫിന്റെ സഭയ്ക്കകത്തായിരിക്കും ഇരിക്കുന്നത്. പ്രൈസലോ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കണമെങ്കിൽ ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ അവൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ള ബോധ്യം എന്റെ അകത്തളങ്ങളിൽ ഓരോ ദിവസവും ഭരിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി അവൻ മുറിവുകൾ ഏറ്റുവെങ്കിൽ, എനിക്ക് വേണ്ടി അവൻ കഷ്ടതകൾ സഹിച്ചുവെങ്കിൽ, എനിക്ക് വേണ്ടിയ വേദനകൾ സഹിച്ചുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ കഷ്ടതയെ വർണ്ണിക്കുന്ന വചനത്തിന് മുമ്പാകെ എനിക്ക് പ്രൈസലോ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇരിക്കുവാൻ കഴിയത്തില്ല. പ്രൈസലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യുവമക്കൾ ഇന്ന് പകൽക്കാലം അവിടെ ഇവിടെയോ ചിലര് പ്രൈസലോ മയക്കുമരുന്നടിച്ച് മരിച്ച കാര്യമല്ല പറയുന്നത്. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി മരിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിശോധനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്.
കർത്താവിന്റെ സ്നേഹം നമ്മളോട് വ്യക്തമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും ചെത്തി വെടിപ്പാക്കുമ്പോഴും നീ വസിക്കുന്നത് ആ നല്ല മുന്തിരിവള്ളി തന്നെയാ. സ്തോത്രം. ആമേ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? ചിലതിനെ വെട്ടിക്കളഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ചിലതൊന്നും വിശ്വാസത്തിനകത്തില്ല. എന്നാൽ ചിലതിനെ ദൈവം ഇതുവരെ വെട്ടിക്കളഞ്ഞിട്ടില്ല. പല ശോധനകളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു കാര്യം പരിശുദ്ധാത്മ പറയുക, എല്ലാ ശകരങ്ങളും അരിഞ്ഞു മാറ്റിയാലും ആമേൻ അതിനകത്ത് പുത്തൻ നാമ്പുകൾ വരത്തക്ക നിലകളിൽ ജീവൻ പ്രദാനം ചെയ്യുന്ന ക്രിസ്തുവിൽ വസിക്കുക. ഇന്ന് പകൽക്കാലം ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇതും മനസ്സിലാകും? ആമേൻ. എല്ലാം വെട്ടിക്കളഞ്ഞാൽ, എല്ലാം തീക്ക് ശാമ്പലാകുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നാലും ആമേൻ അതിനകത്തു നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മക്കളുടെ ആമേൻ ആ വലിയ പ്രത്യേകതയാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റീഖാബാന ശംദന രാജസിയാദന എല്ലാ ഇലകളും പറയപ്പെട്ടാലും ഹല്ലേലൂയ, എല്ലാ ശിഖരങ്ങളും ആമേ കൊത്തി വെടിപ്പാക്കിയാലും ഇന്ന് പകൽക്കാലം പുത്തൻ നാമങ്ങൾ വെളിപ്പെടുത്തക്ക നിലകളിൽ ക്രിസ്തുവിൽ വസിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. റീവാന ശംദന രാജക ശൗഡവനഗദനഗജാര. നിരാശപ്പെട്ടു പോകരുത്. വിശ്വാസത്തോട് പറയണം, ഞാൻ ഇന്ന് നല്ല സാക്ഷാ മുന്തിരിവള്ളിയിലായിരിക്കുന്നത്. സാക്ഷാ മുന്തിരിവള്ളിയിലാണെങ്കിൽ ആമൻ ഈ കൊമ്പ് തളർക്കും, ഈ കൊമ്പ് ഫലം കായ്ക്കും. സ്തോത്രം. ഈ കൊമ്പ് അനേകർക്ക് ആശ്വാസമായി തീരുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 8ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാര് ആകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് ആ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റിയോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ആമേ പറ്റിയില്ല? ആമേ സ്വപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോ അവർക്ക് ആ മശിഹയെ വിശ്വാസത്തെ സ്വീകരിക്കാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദയമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആത്മീയ പദവിക്കകത്ത് ഹല്ലേലൂയ വിശ്വസ്തയോടെ കർത്താവുമായിട്ട് ചേർന്നിരുന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ആത്മാവിൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നുവെങ്കിൽ വചനം പറയുന്നു, ആ കൊമ്പുകളെ ആരാക്കി തീർക്കും? ശിഷ്യന്മാരാക്കി തീർക്കുകയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരാ ശിഷ്യൻ? ആമേൻ. ശിഷ്യൻ എന്ന് പറയുന്നത് ആമേൻ ആ പിതാ ആമേൻ ഹല്ലേലൂയ ആമേൻ യജമാനനെ പിന്തുടരുന്നവനാണ്. ഹല്ലേലൂയ. ആരാണ് ശിഷ്യന്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ വസിച്ച് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നവനാണ് ശിഷ്യൻ എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാ. ഇന്ന് പകൽക്കാലം ആ കൊമ്പുകൾ എന്നുള്ള തലത്തിൽ നിന്ന് ശിഷ്യത്വം എന്നുള്ള തലത്തിലേക്ക് ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. 14ാമത്തെ വാക്യം ശ്രദ്ധിച്ച ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കണം, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആത്മീയ പദവിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലത് അവിശ്വാസത്തിൽ ഒടിഞ്ഞുപോയി നമ്മളെ അവിടെ ആക്കിയിരിക്കുന്ന ദൈവം പറയുക, ആമേൻ, നമ്മൾ നിഗളിക്കരുത്, അഹങ്കരിക്കരുത്. ആമേൻ. ഇത് ആമേൻ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ലഭിച്ച പദവിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പദവി നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഫലം കായ്ക്കണം എന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചിലര് മശിഹയെ വേണ്ടെന്ന് പറഞ്ഞ് അവനെ ക്രൂശിച്ചപ്പോ ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ വചനം പറയുക, നമ്മൾ അവനെ ക്രൂശിക്കുന്നവരായി തീരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. എന്റെ കർത്താവിനെ ക്രൂശിച്ചപ്പോൾ അവന്റെ കരങ്ങളിൽ ആണിയടിച്ചു, അവന്റെ ശിരസിൽ മുൾക്കിരീടം വെച്ചു, അവന്റെ കാലുകളിൽ ആണിയടിച്ചു. പ്രൈസ് ദി ലോർഡ്. അവന്റെ വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുക, നമ്മളെ ദൈവം വിളിച്ച് ഈ മഹത്വകരമായ പദവിയിലായിരിക്കുന്നത് ആമേ കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി അല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ വിശുദ്ധമാകട്ടെ, നമ്മുടെ കാലുകൾ
വാക്കുകൾ വിശുദ്ധമാകട്ടെ, നമ്മുടെ ചിന്തകൾ വിശുദ്ധമാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ നിലവുകൾ വിശുദ്ധമാകട്ടെ എന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൈകൾ അശുദ്ധമാകുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ആണിയടിക്കുക. സ്തോത്രം. എൻ്റെ കാലുകൾ അശുദ്ധിയിലേക്ക് നടക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കാലുകളിൽ ഞാൻ ആണിയടിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്റെ ചിന്താമണ്ഡലങ്ങൾ ശുദ്ധീകരിക്കപ്പെടാതിരിക്കുമ്പോ ആ ശിരസ്സിൽ ഞാൻ മുൾക്കിരീടം അടിച്ചുറപ്പിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന എന്റെ കർത്താവിന്റെ സ്നേഹത്തെ ഞാൻ വിസ്മരിച്ച് കളയരുതെന്നാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരട്ടെ, ശിഷ്യന്മാരായി തീരട്ടെ. ഇന്ന് പകൽക്കാലം വചനം പറയുന്നു. ആമേ. പ്രൈസ് ദി ലോർഡ്. 14-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. പ്രൈസ് ദി ലോർഡ്. എത്രയോ വലിയൊരു ആത്മീയ ചിന്തയാ. ഹല്ലേലൂയ. കൽപ്പിക്കുന്നത് ചെയ്താൽ കർത്താവ് നമുക്ക് ആരാ? സ്തോത്രം. നമുക്ക് സ്നേഹിതൻ ഇല്ലെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു നമുക്കൊരു സ്നേഹിതനുണ്ട്. ഏതു പ്രതിസന്ധിയുടെ നടുവിലും പ്രൈസ് ദി ലോർഡ് നമ്മളെ കൈവിട്ട് കളയാതിരിക്കുന്ന ഒരു സ്നേഹിതൻ, ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്നേഹിതൻ. സ്തോത്രം. ഈ ലോകത്തിൽ പലരോടും നമ്മുടെ ഹൃദയം തുറക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പറഞ്ഞു കഴിഞ്ഞാൽ ആമേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറഞ്ഞത് 10 പേരുടെ അടുക്കൽ എത്തുമെന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ആമേ. പ്രൈസ് ദി ലോർഡ്. ഏകാന്തതകളുടെ നടുവില് ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ട് ആ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു സ്നേഹിതനെ പോലെ അവൻ ഇറങ്ങി വന്ന് നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കുക, നിന്നെ ശക്തീകരിക്കുക, നിന്നെ ബലപ്പെടുത്തുക. എന്റെ കർത്താവ് വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല സ്നേഹിതനായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേ. ക്രിസ്തുവിൽ വസിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ഫലം പുറപ്പെടുവിക്കാം. അധികം ഫലം പുറപ്പെടുവിക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുകയാണ്. സ്തോത്രം. പിതാവിനെ മഹത്വപ്പെടുത്താൻ ആമേ. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഒത്തിരി കൈയടിച്ച് ഒത്തിരി പാട്ടുപാടി ആമേ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. വചനം പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് പകൽക്കാലം ഫലം പുറപ്പെടുവിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ആമേൻ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് പിതാവിന് നിങ്ങൾ മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. അധികം ഫലം പുറപ്പെടുവിക്കുമ്പോൾ പിതാവിന് എന്ത് ലഭിക്കുക? മഹത്വം ലഭിക്കുകയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ. ആരും ഏകാന്തതയിലേക്ക് പോകരുത്. ഒരു നല്ല സ്നേഹിതൻ നമുക്കുണ്ടെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അവൻ കൈവിടുന്ന ദൈവമല്ല, അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവൻ സ്നേഹിക്കുന്നവനാണ്, അവൻ ഹൃദയങ്ങളെ പകരുവാൻ മതിയായവനാണ്. അവന്റെ അടുക്കലേക്കാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും അടുത്തു വന്നിരിക്കുന്നത് എന്ന് വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. അതിന്റെ 16-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. സ്തോത്രം. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുവമക്കളെ, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആത്മീയ തലം നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിങ്കല് പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തു തന്നെയാണെങ്കിലും ദൈവഹിത പ്രകാരമുള്ളതിന് മറുപടി തന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ ആ ദൈവം വിശ്വസ്തനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ആമേൻ, നിങ്ങൾ കൊമ്പുകളാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾ ശിഷ്യന്മാരാണ്. ആമേൻ. നിങ്ങൾ കർത്താവിന്റെ സ്നേഹിതന്മാരാണ്. ആമേൻ. 4-ാമതായിട്ട് വചനം പറയുന്നു, നിങ്ങൾ അവകാശികളാണ്. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവകാശികൾ എന്ന് പറയുന്നത്? ആമേൻ.
ആമേൻ, നിങ്ങൾ പുത്രന്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചാൽ ആമേൻ, ആ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ മതിയായവനാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എല്ലാവരും അതിരം തുറന്ന ദൈവത്തെ ഒന്ന് വിളിച്ചാട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഹല്ലേലൂയ. ആമേൻ. അതിനോട് ചേർത്ത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ആത്മീയ തലത്തിനകത്ത്, ആത്മീയ പദവിക്കകത്ത് ആ പിതാവിനോട് ചോദിക്കുക. ആമേൻ. നിങ്ങൾ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഒരുക്കപ്പെട്ടവരാണെന്ന് തിരുവചനം ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇതൊന്നും മനസ്സിലാകുന്നു? പിതാവിനോട് പല കാര്യങ്ങൾ ചോദിക്കുക, എന്നാൽ അതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഏത് ആവശ്യമാകട്ടെ, നിങ്ങളുടെ ഏത് സാഹചര്യമാകട്ടെ, ആമേൻ, നിങ്ങളുടെ ഏത് ഭൗതിക കാര്യങ്ങളാകട്ടെ, ഇന്ന് ആമേൻ അത് ചോദിക്കാൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം അനുവാദം തരുന്നത് കൊണ്ട് ആമേൻ. എത്ര പേർക്ക് ദൈവത്തിന്റെ മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുക. ചിലതൊക്കെ അവിശ്വാസത്തിൽ ഒടിഞ്ഞു പോയപ്പോ എനിക്ക് ലഭിച്ച ആ വലിയ ആത്മീയ പദവിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവനായി തീരുക, എന്റെ കർത്താവിന്റെ ശിഷ്യനായി തീരുക, എന്റെ കർത്താവിന്റെ സ്നേഹിതനായി തീരുക, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ അവകാശിയായി തീരുക. എനിക്ക് ലഭിച്ച പദവി, പ്രൈസ് ദി ലോർഡ്, അത് ഇന്ന് പകൽക്കാലം എത്ര പേർ ഉപയോഗിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആത്മാവ് ഹൃദയങ്ങളോട് ശക്തമായി ചോദിക്കുകയാ, ദൈവം നമ്മളെ ആക്കി വെച്ച പദവി എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ധൈര്യമുള്ളവരായിട്ട് ആയിരിക്കുന്നുണ്ട്? എത്ര പേർ സന്തോഷമുള്ളവരായിട്ട് ആയിരിക്കുന്നു? ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുക ഇന്ന് പകൽക്കാലം ഇടവരുന്നുവെന്ന് തിരുവചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ചോദിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചിലതൊക്കെ അവിശ്വാസത്തില് ആമേൻ ഒടിഞ്ഞു പോയി. ഞാൻ അത് വായിച്ചു നിർത്താം. കൊമ്പുകളിൽ ചിലത് ഓടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ ആവിയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന് ഫലപ്രദമായി വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ എത്രയെ ചുമക്കുന്നു എന്ന് ഓർക്ക. എന്നാൽ എന്നെ ആമേൻ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്ത അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്ത നീ നിൽക്കുന്നത് കൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. സ്വാഭാവിക കൊമ്പുകളെ അവിശ്വാസ നിമിത്തം ദൈവം ഒടിച്ചു കളഞ്ഞുവെങ്കിൽ ആമേൻ, ദൈവമക്കളെ, ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മളെ ക്രിസ്തുവിനോട് ചേർത്തൊട്ടിച്ച് ഈ മഹത്വകരമായ തലത്തില്, ആത്മീയ പദവിയില് ദൈവം കൊണ്ട് ആക്കി വെച്ചിരിക്കുമ്പോ ആ പദവിയെ ദുരുപയോഗം ചെയ്യുവാനല്ല, അതിനകത്ത് അഹങ്കരിക്കാനല്ല. ആമേൻ. ഇന്ന് പകൽക്കാലം താഴ്മ ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്ന് ഒരുമിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം ഇരിക്കുന്നുവെങ്കിൽ ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ആ സാന്നിധ്യം അനുഗ്രഹമായിട്ട് വെളിപ്പെടുകയാ. ആ സാന്നിധ്യം അവരുടെ വിടുതലിന് കാരണമായി തീരുകയാ. ഹല്ലേലൂയ. അവരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുകയാ. അവരുടെ പ്രത്യാശയുടെ ഉറപ്പ് ആ സാന്നിധ്യം അവർക്ക് പകർന്ന് കൊടുക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കുക. എത്ര പേർക്ക് കഴിയുന്നു? അതരങ്ങൾ തുറന്ന് അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവം എന്നോട് അവിശ്വസ്തത കാണിക്കുകയാണോ? ദൈവം എന്നോട് മാത്രം വേർതിരിവ് കാണിക്കുകയാണോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ നടുവിൽ ആമേൻ, എന്തേ ദൈവം എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നു? ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയമായി നമ്മുടെ ജീവിതത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ദൈവത്തിന്റെ പരമാധികാരത്തില് ആമേൻ ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. പ്രവൃത്തികളൊന്നുമല്ല, ആമേൻ, കൃപയാലുള്ള വിടുതല, കൃപയാലുള്ള രക്ഷയാ. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തുതി അർപ്പിച്ചാട്ടെ, സ്തോത്രം അർപ്പിച്ചാട്ടെ. ലഭിച്ച പദവിക്കകത്ത് ആമേൻ, പ്രൈസ് ദി ലോർഡ്, അഹങ്കരിച്ചു പോകാതെ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചു കൊടുക്കുക. അവൻ ശക്തീകരിക്കാൻ മതിയായവനാണ്, അവൻ ബലപ്പെടുത്തുവാൻ മതിയായവനാണ്, അവൻ ഹൃദ്യമായി സംസാരിക്കാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ പദവിയെ നമ്മൾ തിരിച്ചറിയണം.
ഈ പദവിയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ നാം തിരിച്ചറിയണം. ഈ പദവി അഹങ്കരിക്കാനുള്ളതല്ല. സ്തോത്രം. ഈ പദവി കർത്താവിൽ നിന്ന് ജീവൻ പ്രാപിച്ചുകൊണ്ട് ദേശത്തിന്റെ നടുവിൽ ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കാനുള്ളതാണ്. നിങ്ങൾ ദേശത്തിന്റെ നടുവിൽ സാക്ഷിയായി നിൽക്കുമ്പോൾ, നിങ്ങൾ പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് നിങ്ങൾക്ക് വേണ്ടത് തരും. പ്രൈസ്. വചനം വളരെ വ്യക്തമായി ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യണം? ദേശത്തിന്റെ നടുവിൽ സാക്ഷിയായി നിൽക്കണം. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതലേ, ഹൃദയംഗമായി പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നിന്റെ ഒരു ആവശ്യത്തിന് ദൈവം മുടക്കം വരുത്തത്തില്ല. ക്രിസ്തുവിനെ ഉയർത്തി നിൽക്കാൻ കഴിയുന്നെങ്കിൽ, സ്തോത്രം, പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് നിനക്ക് വേണ്ടി തന്റെ അനുഗ്രഹങ്ങളെ നൽകി തരുവാൻ ഇടവരും. പ്രൈസ്. അത് വിശ്വസിക്കാൻ നമുക്ക് ഇടവരട്ടെ. സ്തോത്രം. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പാൻ, അതോടുകൂടെ ഇതൊക്കെ ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് കർത്താവ് തന്നോളൂ. പ്രൈസല്ലോ. പക്ഷേ ഇനിയുള്ള ശിഷ്ട ആയുസ് ഞാൻ ക്രിസ്തുവിൽ വസിക്കട്ടെ. ആ പദവി ഞാനൊന്ന് തിരിച്ചറിയട്ടെ. ഫലം കായ്ക്കാൻ ദൈവം എന്നെ സഹായിക്കണമേ. ഒരു ശിഷ്യനായിരിക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, ആ കർത്താവുമായിട്ട് ആ സ്നേഹബന്ധത്തിൽ ആഴമായിട്ടൊന്നിരിക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, ഞാൻ അവകാശിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ പിതാവിന്റെ സന്നദ്ധിയിൽ അപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവിന്റെ വചനത്തിനു മുമ്പാകെ എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ വളരെ ഹൃദ്യവും വ്യക്തവുമായിട്ട് നമ്മളോട് സംസാരിച്ച ദൂതുകൾ നമുക്ക് ഏറ്റെടുക്കാം. പ്രൈസല്ലോ. ആമേൻ. ഒരു കാര്യം വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന്റെ പരമാധികാരമുണ്ട്. ആ പരമാധികാരത്തിന് കീഴ്പ്പെട്ട് കൊടുക്കുന്നുവെങ്കിൽ ദൈവം തന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും. ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റും. പ്രൈസല്ലോ. ജനമല്ലാത്തതിനെ ജനമാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, പ്രൈസല്ലോ, ജനമല്ലാത്തതിനെ ജനമാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, കോപപാത്രമായിരുന്ന നമ്മളെ മാനപാത്രമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ തേജസ്സിനെ അതിനകത്ത് പകരാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, പ്രൈസല്ലോ, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസല്ലോ.